ഗായ്സ് ഒരുപാട് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സജഷൻ പറഞ്ഞുതരാം. പറഞ്ഞു വരുന്നത് ഹെൽത്തിൻ്റെ കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ വയനാട്ടിൽ തന്നെ 2 മെഡിക്കൽ കോളേജാണുള്ളത്. ഒന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ്, 2 വിംസ്. അതിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ദിവസം മെഡിക്കൽ കോളേജ് ആയതാണ്. നമ്മുടെ മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു മെഡിക്കൽ കോളേജായിട്ട് അവർ പ്രഖ്യാപിച്ചതാണ്. അതിന് ഈ മനുഷ്യൻ്റെ പരിണാമം പോലെ അസ്ട്രാലോപിത്തക്കസ് തീഞ്ചെന്ത്രോപ്പസ് എന്നൊക്കെ പറഞ്ഞ പോലെ പരിണമിച്ച് കുറച്ച് കഴിയും അതൊരു കംപ്ലീറ്റ് ഫെസിലിറ്റി ഉള്ളൊരു മെഡിക്കൽ കോളേജ് ആവാൻ. എന്നാൽ വിംസ് അങ്ങനെയല്ല, അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എത്രത്തോളം വെൽത്ത് ഉണ്ടെങ്കിലും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ, അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള അസുഖം ബാധിച്ചാൽ നമ്മളത് മെൻ്റലി എക്കണോമിക്കലി വീക്കാക്കും. എക്കണോമിക്കലി വീക്കായാൽ തന്നെ നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് വീക്കാവും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലത്ത് സമ്പാദ്യം ഈ ഒരു ഹോസ്പിറ്റൽ കേസിനായിട്ട് പോകും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ നമ്മൾ ഫണ്ടൊന്നും നോക്കില്ല, നമ്മൾ എവിടെ നിന്നൊക്കെ പൈസ തിരിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യാനേ നോക്കുള്ളൂ. പക്ഷേ എല്ലാം കഴിയുമ്പോൾ അവസാനമാണ് നമ്മൾ ചിന്തിക്കുക നമ്മുടെ കയ്യിൽ എത്രത്തോളം എമൗണ്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തതെന്ന്. പിന്നെ നമ്മൾ ആ എമൗണ്ട് തിരിച്ചുണ്ടാക്കണം. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഇൻഷുറൻസ് എടുത്തിടുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതിപ്പോൾ കുറേ കമ്പനികളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, ഏത് വേണമെങ്കിലും ചെയ്യാം. ഈവൻ പോസ്റ്റ് ഓഫീസ് വഴി കേന്ദ്ര സർക്കാരുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഡയറക്റ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും എടുത്തിടണം. കാരണം സർജറിക്കൊക്കെ ഒരുപാട് എമൗണ്ട് വരും, ഒരു 1 lakhൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് ഏകദേശം സർജറിക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസിൽ വരെ നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും ഈ ഫെസിലിറ്റി ഉണ്ടാവില്ല. ഈ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ചില ഹോസ്പിറ്റലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാഗ്യത്തിന് വയനാട്ടിൽ അത് വിംസിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സ്കീമുണ്ട് ചെറിയ പൈസേൻ്റെയൊക്കെ. അതിൻ്റെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പേഴ്സണലായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും എടുത്തിടുന്നത് വളരെ ഉപകാരമുള്ളൊരു കാര്യമായിരിക്കും.